ഹലോ, ഒറ്റ ഉപയോഗത്തിൽ തന്നെ സ്കിന്ന് നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യൽ അല്ലെങ്കിൽ ഫേസ് പാക്ക് എന്ന് നമുക്കിതിനെ പറയാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഈ കാണിക്കുന്നത് 3 പീസ് പപ്പായയാണ്. പപ്പായ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നേരം ശ്രദ്ധിക്കുക, നല്ല പഴുത്ത പപ്പായ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നടുവിലുള്ള ആ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കളഞ്ഞ് വെറും ഇതിൻ്റെ ഫ്ലഷ് മാത്രം നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ലോണം പഴുത്ത പപ്പായ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഒന്ന് മാഷായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പഴുത്ത പപ്പായ വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള പപ്പായ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പുറത്തുനിന്ന് വാങ്ങിയ മരുന്നടിച്ചതല്ലായിരിക്കും ഉള്ളത്. അതിനേക്കാളെല്ലാം നല്ലത് നമ്മൾ അധിക വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. അധികം ആൾക്കാരുടെ പറമ്പിലും പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒന്നാണ് പപ്പായ. അപ്പോൾ പഴുത്ത പപ്പായ ഇതേപോലെ നൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം തേനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവാണ്. 1 ടീസ്പൂണോളം കടലമാവും, കുറച്ച് കസ്തൂരി മഞ്ഞൾ, പിന്നെ വേണ്ടത് പാലുമാണ്. കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓയിലി സ്കിന്നുള്ളവരാ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കടലമാവാണ് ഇതിൽ ആഡ് ചെയ്യാൻ നല്ലത്. ഇനി നിങ്ങളത് നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കടലമാവിന് പകരം നിങ്ങൾക്ക് ഓട്സ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് കടലമാവിനേക്കാളും നല്ലത് ഓട്സിൻ്റെ പൊടിയാണ്. പിന്നെ നോർമൽ സ്കിന്നുകാരാണെങ്കിൽ ഏത് ആയാലും സാരയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഡോക്ടർ ദിവ്യ നായർ പറഞ്ഞു തന്ന ഒരു ഫേസ് പാക്കാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒറ്റ യൂസ് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം. മുഖം ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിക്കളയുക. അല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പാലുണ്ട് എന്നുണ്ടെങ്കിൽ പാട മാറ്റി എടുത്ത പാല് ഒരു കോട്ടൻ്റെ തുണിയിലോ എന്തിലെങ്കിലും മുക്കിയതിന് ശേഷം ഫേസിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് കൊടുത്തിട്ട് ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അങ്ങനെ ക്ലെൻസ് ചെയ്തെടുത്ത് നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ സ്കിപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിതാ നല്ലോണം ഒന്ന് കൈ ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് കഴുകിക്കളയാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടലമാവോ ഓട്സ് പൗഡറോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് ആ ഒരു പാക്ക് നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കുന്ന രൂപത്തിനുള്ള അത്രയും നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ ഓട്സ് പൗഡറോ യൂസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ ഏത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ആ സ്കിൻ ടൈപ്പിനനുസരിച്ച് കടലമാവോ ഓട്സ് പൗഡറോ യൂസ് ചെയ്യുക. രണ്ടും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഇത് ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഹാർഡായിട്ട് നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി. നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഇതൊന്ന് കഴുകിക്കളയുകയാണ് ചെയ്യേണ്ടത്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. നമ്മളെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോക്ക് എല്ലാം സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്നറിയിക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഒരു പഴുത്ത പപ്പായ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിനെല്ലാം സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.